റിയൽമിയുടെ റിയൽമി 13 പ്രോ എക്സ്ട്രീം എഡിഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 13 പ്രോ എക്സ്ട്രീം എഡിഷൻ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2000 nits ആണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 183.5 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.23 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 24,700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT600 സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൺ പേപ്പർ തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരക്കുകളില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2099 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 24,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി റിയൽമി 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ആ ഒരു ഫോണിലും ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പം ഇതേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പം ഈ ഒരു ഫോൺ ആ ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. പേരിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി എന്നേ ഉള്ളൂ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ഈ ഒരു പേരിൽ വേറൊരു ഫോൺ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും റിയൽമിയുടെ റിയൽമി 13 പ്രോ എക്സ്ട്രീം എഡിഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.